നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ പ്രചരണ രംഗം ചൂടുപിടിച്ചു. വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ. ഇടതുമുന്നണിയുടെയും മണ്ഡലത്തിന്റെയും വികസനം പറഞ്ഞ് സിറ്റിംഗ് MLA-മാർ. സ്വന്തം നാട്ടിൽ ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളിക്കാരുടെ സ്നേഹം ഏറ്റുവാങ്ങി പര്യടനം. പ്രചരണം കൊഴുപ്പിക്കാൻ യുവാക്കളും. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ അനാസ്ഥ. മോർച്ചറിയിൽ വെച്ച മൃതദേഹം അഴുകി. മൃതദേഹം സൂക്ഷിച്ചത് പ്രവർത്തിക്കാത്ത ഫ്രീസറിൽ. അനാദരവ് നേരിട്ടത് മണിമല സ്വദേശിയായ 45-കാരന്റെ മൃതദേഹം. ശക്തമായ ത്രികോണ മത്സരവുമായി പാലാ മണ്ഡലം. ജോസ് കെ മാണിയുടെ പൊതുപര്യടനം തുടരുന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളിയുടെ മനസ്സറിഞ്ഞ് ഡോക്ടർ N ജയരാജിന്റെ പര്യടനം. വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥിയെ ഇരുകൈയും നീട്ടിയാണ് ആളുകൾ വരവേൽക്കുന്നത്. വികസന നായകന് ജനങ്ങളുടെ ഹൃദയം തൊടുന്ന വരവേൽപ്പ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ N ജയരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം എത്തുന്ന കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ജനങ്ങൾ നൽകുന്നത്. ഇന്ന് പള്ളിക്കത്തോട്, വാഴൂർ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. റോഡരികിൽ കാത്തു നിൽക്കുന്നവരെ അഭിവാദ്യം ചെയ്തും സ്നേഹാദരങ്ങൾ സ്വീകരിച്ചുമാണ് സ്ഥാനാർത്ഥി കടന്നുപോയത്. വോട്ട് അഭ്യർത്ഥിച്ച് ഡോക്ടർ N ജയരാജ് എത്തുമ്പോൾ ഇരുകൈയും നീട്ടിയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ പര്യടന സമയത്ത് ഇളമ്പള്ളി സ്വദേശി VG ശശിധരൻ പഴക്കുല നൽകിയാണ് ഡോക്ടർ N ജയരാജിനെ സ്വീകരിച്ചത്. നാളിതുവരെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് തുടർ വിജയം അനിവാര്യമാണെന്നും ഡോക്ടർ N ജയരാജ് ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഏറ്റുമാനൂരിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പൊതുപര്യടനത്തിന് തുടക്കമായി. LDF സർക്കാർ നടപ്പാക്കിയ വികസനം ഉയർത്തിക്കാട്ടിയാണ് VN വാസവൻ വോട്ട് തേടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്ന് ഏറ്റുമാനൂരിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ. ആദ്യ ദിനങ്ങളിൽ റോഡ് ഷോയിലൂടെ ആവേശകരമായി പ്രചരണം ആരംഭിച്ച സിറ്റിംഗ് MLA കൂടിയായ VN വാസവൻ ഇപ്പോൾ പൊതുപര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം നാട്ടുകാരുടെ പ്രിയപ്പെട്ട വാസവൻ ചേട്ടന് സ്നേഹം നിറഞ്ഞ സ്വീകരണമാണ് ഒരുക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ VN വാസവനെ കാണുന്നതിനും സ്വീകരിക്കുന്നതിനുമായി റോഡരികിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് എല്ലായിടങ്ങളിലും. ചുവപ്പ് ഷാൾ അണിയിച്ചും മാലയിട്ടും ജനങ്ങൾ സ്നേഹത്തോടെ VN വാസവനെ ചേർത്ത് പിടിക്കുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നേട്ടമായി കാണിച്ചാണ് VN വാസവൻ വോട്ട് ചോദിക്കുന്നത്. നമുക്ക് ഏറ്റവും ആശ്വാസകരമായ സാഹചര്യം സംരക്ഷിച്ചുകൊണ്ട് ഗവൺമെന്റ് നടപ്പാക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലും അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കുകയുണ്ടായി. നിങ്ങൾക്കിപ്പോൾ ഈ ചൂളഭാഗം റോഡ് ഏതാണ്ട് 1.25 കോടി രൂപ മുടക്കിയാണ് മനോഹരമാക്കി BMBC നിലവാരത്തിൽ ചെയ്തു തന്നിരിക്കുന്നത്. അത് ഏറ്റവും അവസാനമായി ചെയ്ത വർക്കുകളിലൊന്നാണ്. അങ്ങനെ ഈ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഭാവി ഈ മണ്ഡലത്തിൻ്റെ വികസന വിഷയങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കാൻ നിങ്ങളുടെ സഹകരണത്തോടെ എൻ്റെ എളിയ കഴിവുകൾ ഭാവിയിൽ വിനിയോഗിക്കും. ഇന്ന് തിരുവാർപ്പ്, കുമരകം, ഐമനം പഞ്ചായത്തുകളിലായിരുന്നു VN വാസവന്റെ പര്യടനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ സ്വന്തം നാടായ പുതുപ്പള്ളി പഞ്ചായത്തിൽ പര്യടനം നടത്തുകയാണിപ്പോൾ. പരിചയപ്പെടുത്തലിന്റെയോ ആമുഖത്തിന്റെയോ ആവശ്യമില്ലെങ്കിലും തന്റെ നാട്ടുകാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മന് പുതുപ്പള്ളിക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. തങ്ങളുടെ നായകൻ കുഞ്ഞുഞ്ഞിന്റെ മകന് ഇവിടെ ആമുഖങ്ങളുടെയോ മേനി പറച്ചിലിന്റെയോ ആവശ്യവുമില്ല. എന്നും നാട്ടുകാർക്കൊപ്പം അവരിൽ ഒരാളായി ഉണ്ടെങ്കിലും തന്റെ സ്വന്തം കുടുംബത്തിലെത്തി ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പര്യടനത്തിന് എത്തിയത്. ഉച്ചകഴിഞ്ഞ് 3:30 തോട്ടയ്ക്കാട്ട് ആശുപത്രി പടിക്കൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. പുളിക്കാച്ചിറ, നരിമറ്റംകവല, കൈതേപ്പാലം, പയ്യപ്പാടി, വെന്നിമല, കൊച്ചുമറ്റം, ലക്ഷം വീട്, ആക്കാംകുന്ന്, തലപ്പാടി, റബ്ബർ ബോർഡ്, കുന്നേപ്പറമ്പ്, വെട്ടത്തുകവല, മറ്റം ഭാഗം, പാറക്കൽ കടവ്, വന്നലപ്പടി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കൊച്ചാലുമൂട് സമാപിക്കും. ചാണ്ടി ഉമ്മന് സ്വീകരണം ഒരുക്കിയിരുന്നിടത്തെല്ലാം ആവേശോജ്വലമായ വരവേൽപ്പാണ് ജനങ്ങൾ നൽകിയത്. ഹസ്തദാനം ചെയ്തും ഷാൾ അണിയിച്ചും അവർ ആവേശം അറിയിച്ചു. പിതാവിന്റെ പാത പിന്തുടർന്ന് തന്റെ നാടും നാട്ടുകാരെയും വിട്ട് എവിടേക്കും പോവില്ലെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ന്യൂസ് ബ്യൂറോ, മണർകാട്. UDF പുതുപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ അകലക്കുന്നം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം സമാപിച്ചു. ചെങ്ങളം കവലയിൽ നിന്ന് ആരംഭിച്ച് മണൽ ജംഗ്ഷനിൽ അവസാനിച്ച പ്രചരണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ജനനായകന് അകമ്പടിയായി. പാമ്പാടി പഞ്ചായത്ത് പത്താഴക്കുഴിയിൽ നിന്നും ആരംഭിച്ച ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പാമ്പാടി, അയർക്കുന്നം എന്നിവിടങ്ങൾ പിന്നിട്ട് വെള്ളിയാഴ്ച അകലക്കുന്നത്ത് എത്തി. ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾ നൽകിയിരുന്ന സ്വീകാര്യത ഒട്ടും കുറയാതെ ചാണ്ടി ഉമ്മനും ലഭിക്കുന്നുണ്ടെന്ന നേർക്കാഴ്ചയാണ് അകലക്കുന്നത്തും കാണാൻ കഴിഞ്ഞത്.
പോസ്റ്ററുകളുടെയോ പണക്കൊഴുപ്പിന്റെയോ പര്യവേഷമില്ലാതെ തന്റെ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന ലക്ഷ്യമാണ് ഓരോ പഞ്ചായത്ത് പര്യടനത്തിലൂടെയും സ്ഥാനാർത്ഥി ലക്ഷ്യമിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് അമിത പണം ഒഴുക്കാതെ ആ പണം അർഹതപ്പെട്ടവരിൽ എത്തിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ചെങ്ങളത്തു നിന്ന് ആരംഭിച്ച പര്യടനം കാഞ്ഞിരമറ്റം, തെക്കുംതല, പൂവത്തിളപ്പ്, കുമ്പാനി, മൂഴൂർ, മഞ്ഞാമറ്റം, നെല്ലിക്കുന്ന്, കുരിശുപള്ളി കവല, പാതുവ, പട്യാലിമറ്റം, ആലുമൂട് ജംഗ്ഷൻ, കവലയ്ക്കൽ ജംഗ്ഷൻ വഴി മണൽ ജംഗ്ഷനിലെത്തി അവസാനിക്കുമ്പോൾ ചാണ്ടിയുമ്മന് പിന്തുണ അറിയിച്ച് നൂറുകണക്കിന് പ്രവർത്തകരും നാട്ടുകാരും ഓരോ സമ്മേളന സ്ഥലങ്ങളിലും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ജോസ് കെ മാണിയുടെ പാലാ നിയോജക മണ്ഡലത്തിലെ പര്യടനം തുടങ്ങി. ശക്തമായ ത്രികോണ മത്സരമാണ് പാലായിൽ നടക്കുന്നത്. കെ മാണിയുടെ ജ്വലിക്കുന്ന സ്മരണകൾ ഉയർത്തി LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ നിയോജകമണ്ഡലം പര്യടനത്തിന് തുടക്കമായി. രാവിലെ 8-ന് കരൂർ പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ ജോസ് കെ മാണിയെ ഷാൾ അണിയിച്ച് നിയോജകമണ്ഡലം പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയപ്പാർ, നന്ദിനാട്, അന്ത്യാളം, വെള്ളപ്പുര, പുന്നത്താനം, വലവൂർ, കുടക്കച്ചിറ, ഇടനാട് വഴി പേണ്ടാനം വയലിൽ കരൂർ പഞ്ചായത്തിലെ പര്യടനം സമാപിച്ചു. ചെക്കാമ്പഴിയിൽ നിന്നുമാണ് രാമപുരം പഞ്ചായത്തിലെ പര്യടനം ആരംഭിച്ചത്. ഇടക്കോലി, കൂടപ്പലം, ചേറ്റുകുളം, കിഴതിരി, നെല്ലാപ്പാറ, രാമപുരം, ഏഴാച്ചേരി വഴി ഹോമിയോ ജംഗ്ഷനിൽ പര്യടനം സമാപിച്ചു. പ്രൊഫസർ ലോപ്പസ് മാത്യു, ലാൽച്ചൻ ജോർജ്, സജേഷ് ശശി, ബാബു കെ ജോർജ്, ഔസേപ്പച്ചൻ തകടിയേൽ തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചു. വോട്ടിംഗ് യന്ത്രത്തിന്റെ 2147 വീതം ബാലറ്റ് യൂണിറ്റുകളും 2307 വിവിപാറ്റ് യന്ത്രങ്ങളുമാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ നിയോജക മണ്ഡലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചു. ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVപാറ്റ് എന്നിവയാണ് വെള്ളിയാഴ്ച നാട്ടകത്തെ വെയർഹൌസിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ സുനിത ജേക്കബ്, വരണാധികാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ വെയർഹൌസ് തുറന്നു. മാർച്ച് 19 നടന്ന റാൻഡമൈസേഷനിലൂടെ നിശ്ചയിച്ച പ്രകാരമുള്ള യന്ത്രങ്ങളാണ് പോലീസ് സുരക്ഷയിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയത്. അവിടെ സ്ട്രോങ് റൂമിൽ സായുധ പോലീസിന്റെ കാവലിലാണ് ഇവ സൂക്ഷിക്കുന്നത്. ജില്ലയിലെ 1791 പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി വോട്ടിംഗ് യന്ത്രത്തിന്റെ 2147 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും 2307 വിവിപാറ്റ് യന്ത്രങ്ങളുമാണ് എത്തിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധം. മണിമല സ്വദേശിയായ 45-കാരന്റെ മൃതദേഹത്തോടാണ് അനാദരവ് കാട്ടിയത്. പ്രവർത്തിക്കാത്ത ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതിനായി ബന്ധുക്കൾ എത്തിയപ്പോൾ ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. അധികൃതർ സംഭവത്തിൽ വീഴ്ച സമ്മതിച്ചു. അനാസ്ഥ കാട്ടിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മണില പഞ്ചായത്തിൽ ഒരു മരണം നടന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി കൊണ്ട് മോർച്ചറിൽ ഇന്നലെ 5 മണിക്ക് കൊണ്ട് വെച്ചു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വെച്ചിരുന്ന ബോഡിയായിരുന്നു. രാവിലെ 9 മണിക്ക് വന്ന് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി തുറന്നപ്പോഴത്തേക്ക് ആ ബോഡി വീർത്ത് കെട്ട് ബ്ലഡുമായിട്ട് വൃത്തികേടായിട്ട് ഭയങ്കര സ്മെല്ലുമായിട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പിന്നെ അവർ പെട്ടെന്ന് പാലാ താലൂക്ക് ആശുപത്രിയിലേക്ക് വിടുകയും അവിടുന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പം പോകാനായിട്ട് നിൽക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഭയങ്കര അനാസ്ഥയുടെ ഉദാഹരണമാണ് ഈ ബോഡിയോട് കാണിച്ചിരിക്കുന്നത്. ചിറക്കടവ് തെക്കേത്ത് കവല ഭാഗത്ത് വീട്ടുമുറ്റത്ത് കിടന്ന കാർ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. ഇന്നലെ രാത്രിയാണ് കാറിന് തീയിട്ടത്. ചിറക്കടവ് തെക്കേത്ത് കവല കുരങ്ങമ്മലയിൽ വീട്ടുമുറ്റത്ത് കിടന്ന കാറിന് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു. മൂലയിൽ രഞ്ജിത്തിന്റെ കാറാണ് ഭാഗികമായി കത്തി നശിച്ചത്. ഹോണ്ട യോൺ കാറാണ് കത്തിയത്. ഇന്നലെ രാത്രിയാണ് സംഭവം. വലിയ റോളിലുള്ള ചാക്കുനൂല് കാറിന് സമീപത്തേക്ക് വലിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. ഇന്നലെ 2 മണിക്ക് 3 മണിക്ക് ഇടയ്ക്കാണ് ടയർ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് എണീറ്റ് നോക്കിയപ്പോഴാണ് തീ ആളെന്ന് കണ്ടത്. പിന്നെ പെട്ടെന്ന് വീപ്പേ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തൊഴിച്ച് തീ അണക്കിയായിരുന്നു. അത് കഴിഞ്ഞ പെട്രോൾ കുപ്പി ഇതൊക്കെയാണ് ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ പെട്രോൾ കുപ്പി മേളിലോട്ട് നൂല് വലിച്ചിട്ടിരിക്കുന്നു. ആ നൂല് വഴി കത്തിച്ചു വിട്ടതാണെന്ന് പറഞ്ഞു. പ്രദേശത്ത് മദ്യപാനികളുടെ ശല്യം രൂക്ഷമാണെന്ന് പഞ്ചായത്ത് അംഗം വിഷ്ണു എസ് നായർ പറയുന്നു. നമ്മുടെ കൊരങ്ങമല കേന്ദ്രീകരിച്ച് രാത്രിയിൽ മദ്യപാനവും മറ്റ് ലോബികൾ ഒരുപാട് കൊരങ്ങമല പ്ലാവുലിക്കൽ റോഡിൽ രാത്രികൾ തമ്പടിക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് ചോദ്യം ചെയ്യുന്ന ഈ പ്രദേശവാസികൾക്കെതിരെ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തന്നെ ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ രാത്രിക്ക് ശേഷം 1 മണി 2 മണിക്കൊക്കെ ഇരുന്ന് മദ്യപാനം മറ്റും നടത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്തുണ്ടാകുന്നതിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന് വേണം ഇതിനെ കണക്കാക്കാൻ. ആ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥിരമായിട്ട് നശിപ്പിക്കുകയും അതിലൂടെ വഴിയാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ വഴിയിൽ മദ്യപാനത്തിന് ശേഷം കുപ്പികൾ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഇവരുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്ന
പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെ രാത്രി വീട് കയറി ഇത് കൂട്ടുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ബലമായിട്ട് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മതേതര സ്വഭാവം നിലനിർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ചങ്ങനാശ്ശേരി മണ്ഡലം. UDFന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലൊന്നാണിത്. ഏറ്റവും അധികം മത്സരാർത്ഥികൾ ജനവിധി തേടുന്ന ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്വഭാവം രാഷ്ട്രീയ നിരീക്ഷകൻ ചെറുകര സണ്ണി ലൂക്കോസ് വിലയിരുത്തുന്നു. ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. 10 സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നു. അതിൽ SUCI, അതുകൂടാതെ BSP, SDPI തുടങ്ങിയ അത്യാവശ്യം ചെറിയ രാഷ്ട്രീയ മത്സരരംഗത്തുള്ള സംഘടനകളുടെ ആളുകളെല്ലാം ചങ്ങനാശ്ശേരിയിലുണ്ട്. ഇവിടെ ഈ NSSൻ്റെയും ചങ്ങനാശ്ശേരി അരമനയുടെയും ഒക്കെ താല്പര്യങ്ങളും ഒരു സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ അവിടെ ഇത് പറയുമ്പോൾ അവിടെ നല്ല രീതിയിൽ ഈഴവ വോട്ടുകളും ഉള്ള സ്ഥലമാണ്. പിന്നോക്ക ദളിത് വിഭാഗങ്ങളും വോട്ട് ബാങ്ക് വോട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ആ നിലയിൽ മത്സരം ഇത്തവണ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ്റെ നഗരസഭയിൽ കൂടുതൽ ആളുകളെ ലഭിച്ചത് വിജയിപ്പിക്കാനായത് കോൺഗ്രസ്സിനാണ്. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ തദ്ദേശ ഇലക്ഷന് 2000 താഴെ 1000 അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ UDFനുള്ളൂ. ലോകസഭാ ഇലക്ഷന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതി UDFനുണ്ടായിരുന്നു. എങ്കിലും കനത്ത മത്സരം നടക്കുന്ന ഒരു പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി എന്ന കാര്യത്തിൽ സംശയമില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ചയാൾ പാലാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി സന്തോഷ് പുളിക്കനാണ് ഈ സ്ഥാനാർത്ഥി. പാലായിൽ നിന്നും തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി സന്തോഷ് പുളിക്കൻ. സിവിൽ സ്റ്റേഷന് സമീപത്തെ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളി കൂടിയാണ് ഇദ്ദേഹം. ലോക്സഭ, നിയമസഭ, മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ 8ഓളം തവണ മത്സരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. 2 തവണ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചു. പ്രമുഖ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ചതാണ്. നാട്ടിലെ സാധാരണക്കാർക്കായി നിലകൊള്ളാൻ അവരിൽ നിന്നും ഒരാളെ ജനം സ്വീകരിക്കുമോ എന്നറിയാനാണ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് എന്നാണ് സന്തോഷ് പുളിക്കൻ പറയുന്നത്. തോൽവി ഇവിടെ പ്രശ്നമല്ല. പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥികളിൽ 1ാം സ്ഥാനം, അതായത് 13 സ്ഥാനാർത്ഥികളെ പിന്തള്ളിക്കൊണ്ടാണ് 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഒരു പക്ഷേ അതിനെന്താണ് ഇതിനകത്ത് പ്രത്യേകം. അപ്പം പ്രിയങ്ക ഗാന്ധി ഒരു Z കാറ്റഗറി സുരക്ഷയുള്ള ഒരാളാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്, ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട അതും കന്നി അംഗമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ ലെവലിൽ 4ാം സ്ഥാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു വിജയസാധ്യത ഉറപ്പില്ലെങ്കിൽ പോലും ഇത്തരം പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നതിനുള്ള പ്രേരണ എന്താണ്? ഇവിടെ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന പട്ടിണി പാവങ്ങളുടെ ഇടയിൽ നിന്ന്, സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് എന്തുകൊണ്ടൊരു നേതാവിനെ വളർത്തിയെടുത്തൊരു MLA അതായത് കേരള നിയമസഭയിലേക്ക് അയക്കുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു ആശയം ഞാൻ ജനങ്ങളിലേക്ക് അറിയിക്കുന്നതിനോട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ മത്സരം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. ഓട്ടോറിക്ഷകളുടെ മീറ്റർ പതിപ്പിക്കുന്നതിനുള്ള കാലതാമസം തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നു. ഇപ്പോൾ മാസത്തിൽ 2 ദിവസം മാത്രമാണ് മീറ്റർ പതിപ്പിക്കുന്നത്. ഓട്ടോറിക്ഷകളുടെ മീറ്റർ പതിപ്പിക്കുന്നത് മാസത്തിൽ 2 ദിവസമാക്കി കുറച്ചതോടെ പ്രതിസന്ധിയിലായത് ഓട്ടോ തൊഴിലാളികളാണ്. മുൻപ് ലീഗൽ മെട്രോളജി വകുപ്പ് എല്ലാ ബുധനാഴ്ചകളും നടത്തിയിരുന്ന മീറ്റർ പതിപ്പിക്കൽ 2 ദിവസമാക്കി ചുരുക്കുകയായിരുന്നു. 100 വണ്ടികൾ വരെയാണ് പരിശോധനയെങ്കിലും അതിന്റെ 2 ഇരട്ടിയിലധികം വാഹനങ്ങൾ എത്തുന്നതോടെ പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പാല ചെത്തുമുറ്റത്തിന് സമീപം പുതിയകാവ് ദേവീക്ഷേത്രം റോഡിലാണ് പരിശോധനയ്ക്കെത്തിയ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത്. ഇടുങ്ങിയ റോഡിൽ വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ വാഹനക്കുരുക്കം രൂപപ്പെടും. 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു ദിവസത്തെ ഓട്ടം നഷ്ടപ്പെടുത്തിയാണ് ഓട്ടോ ഡ്രൈവർമാർ മീറ്റർ പതിപ്പിക്കാൻ എത്തുന്നതെന്നും ഡ്രൈവർമാർ ആരോപിച്ചു. മീനച്ചിൽ താലൂക്കിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓട്ടോറിക്ഷകളാണ് മീറ്റർ പതിപ്പിക്കാനായി പാലയിലേക്ക് എത്തുന്നത്. മീറ്റർ പതിപ്പിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ഓട്ടോ ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നു. രാവിലെ വന്ന് പല സ്ഥലത്തുനിന്നും വരുന്ന ആൾക്കാരാണ്. ഈ പാലയിൽ ഓടുന്നവർ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷ തൊഴിലാളി എല്ലാ സ്ഥലവും, കുന്നോന്നി, ഈരാട്ടുപേട്ട, പൂഞ്ഞാറ്, കുറവലങ്ങാട്, ഇലഞ്ഞി, എത്ര സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടെന്നറിയോ? ഇത് രാവിലെ വന്നിട്ട് ഈ മീറ്റർ പതിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ഓട്ടവും കളഞ്ഞിട്ട് ഓട്ടോ തൊഴിലാളികൾ ഇവിടെ ഈ കരിവേലിൽ തുറന്ന് നിൽക്കുക. എന്നിട്ട് 1ഓ 2ഓ വണ്ടിയൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് പയ്യെ നോക്കുക, അത് പയ്യെ വിടുക ചെയ്യുന്നു. 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വണ്ടി, ഇത്രയും തിരക്ക് കൂടുമ്പോൾ ഇവർക്ക് ഒരു 2 പേരെ വെക്കാൻ വേണ്ടി ഇത് കെട്ടാനും ഒരാൾ, നോക്കാനും ഒരാൾ മാത്രം.
രാവിലെ മുതൽ അങ്ങേയറ്റം അവിടെ തൊട്ട് ഇങ്ങേയറ്റം വരെ വഴിയും ബ്ലോക്ക്. ഒരു 500 വണ്ടിയുണ്ട് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പാലാ. ഗുരുധർമ്മ പ്രചരണ സഭ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന്റെയും പൊൻകുന്നം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ധർമ്മ വിജ്ഞാനദാന യജ്ഞം നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 10:30 മുതൽ പൊൻകുന്നം റീജിയൻസി ഹാളിലാണ് പരിപാടി. ഗുരുധർമ്മ പ്രചരണ സഭാ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ ധർമ്മ വിജ്ഞാനദാനയജ്ഞം ഉദ്ഘാടനം ചെയ്ത് ധർമ്മ മീമാംസ പരിഷത്ത് സന്ദേശം നൽകും. പൊൻകുന്നം SNDP ശാഖായോഗം 1044ന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ശാഖായോഗത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയും എന്നുള്ള വ്യാജ പ്രചരണം നടത്തി ചിലർ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി ശാഖയ്ക്കും യൂണിയനും അറിവ് ലഭിച്ചതായി SNDP യോഗം സെക്രട്ടറി അറിയിച്ചു. ശാഖ കമ്മിറ്റി അംഗങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മൊബൈലിൽ ചിത്രങ്ങളെടുത്ത് പ്രചരണത്തിന് ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ടെന്നും SNDP ശാഖായോഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ പ്രചരണ രംഗം ചൂടുപിടിച്ചു. വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ. ഇടതുമുന്നണിയുടെയും മണ്ഡലത്തിന്റെയും വികസനം പറഞ്ഞ് സിറ്റിംഗ് MLA-മാർ. സ്വന്തം നാട്ടിൽ ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളിക്കാരുടെ സ്നേഹം ഏറ്റുവാങ്ങി പര്യടനം. പ്രചരണം കൊഴുപ്പിക്കാൻ യുവാക്കളും. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ അനാസ്ഥ. മോർച്ചറിയിൽ വെച്ച മൃതദേഹം അഴുകി. മൃതദേഹം സൂക്ഷിച്ചത് പ്രവർത്തിക്കാത്ത ഫ്രീസറിൽ. അനാദരവ് നേരിട്ടത് മണിമല സ്വദേശിയായ 45-കാരന്റെ മൃതദേഹം. ശക്തമായ ത്രികോണ മത്സരവുമായി പാലാ മണ്ഡലം. ജോസ് കെ മാണിയുടെ പൊതുപര്യടനം തുടരുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.